വലിയൊരു സിനിമയിൽ കൂടെ തന്നെ നല്ലൊരു വേഷം ചെയ്ത് പ്രശസ്തനായ ഒരു നടൻ പിന്നീട് പ്രശസ്തനായി. എൻ്റെ പടത്തിൽ കൂടെയാണ് പുള്ളിക്കൊരു ലേബൽ കിട്ടിയത്. ആളെ പറ്റി പറയുന്നില്ല, പിന്നീട് നിങ്ങൾ ഊഹിച്ചെടുത്താണ്. ആള് അതിന് മുമ്പ് ചില മിമിക്രി ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഏറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആൾ ഇതിലൊരു നല്ല വേഷം കൊടുത്തു. അപ്പം അതിലഭിനയിക്കുമ്പം ഭയങ്കര ഭവ്യതയോടെയും ഭയങ്കര സ്നേഹത്തോടെയും ഒരു റെമ്യൂണറേഷൻ കൊടുത്തപ്പം പോലും അയ്യോ സാർ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ ആൾ ഞാൻ പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം അന്നേരം അദ്ദേഹം പ്രശസ്തനായി. ഞാനൊരു അടുത്ത പടം എടുത്തപ്പോൾ പുള്ളിയെ വിളിച്ചു. ഒരു സാധാരണ പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചില ഔദാര്യങ്ങൾ പ്രതീക്ഷിക്കും. നമ്മളോട് ഉള്ള ഒരാളാണല്ലോ. അപ്പം റേറ്റും കാര്യങ്ങളുമൊക്കെ സംസാരിച്ചപ്പോൾ പുള്ളിക്ക് എന്നോട് നേരിട്ട് സംസാരിക്കാൻ കഴിയാതെ പുള്ളി പ്രൊഡക്ഷൻ കൺട്രോളിനോട് സംസാരിക്കുക. അത് ഞാൻ ഇത്രയാണ് മേടിക്കുന്നത് കേട്ടോ, അത് പുള്ളിയോട് പറഞ്ഞേക്കണം. ഈ ലെവലിലായി. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, ബേസിക്കലി നമ്മൾ മനുഷ്യരാണ്. അത് നമുക്കൊക്കെ ഈ സെൻറ്റിമെൻറ്റ്സും വിഷമങ്ങളും ഒക്കെ എവിടെ നിന്നാണ് ഉണ്ടാകുന്ന കാര്യങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വർക്കെല്ലാം തീർന്നു കഴിഞ്ഞ് പുള്ളിക്ക് കൊണ്ടൊരു തുക കൊടുക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞത് ഇതാണ്, ഞാനിതേ നമുക്കിപ്പോൾ ഉള്ളൂ. പുള്ളി പറഞ്ഞു അത് എനിക്കിത് പോരാ. ഞാൻ പറഞ്ഞു അത് പറയത് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല. അതുകൊണ്ട് ഞാൻ അന്ന് തന്ന തുകയല്ല, അതിനേക്കാൾ വേറൊരു വലിയ തുകയാണ്. പുള്ളി പുറത്തൊന്നും മേടിക്കുന്ന തുകയില്ലെന്നുള്ളത് സത്യമാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു അത് പറ്റിയരാന്ന് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞല്ലേ ഇത് തോണ കേൾക്കണം. അപ്പോൾ പുള്ളി എന്നോട് പൈസ മേടിച്ചിട്ട് പുള്ളിയുടെ പെട്ടി തുറന്നതിനകത്തോട് ഇട്ടു. ഞാനിപ്പോഴും ഓർമ്മ അത് മറക്കാത്ത കാര്യം, ജീവിതത്തിൽ മറക്കാത്ത കാര്യങ്ങളാണ്. ഞാൻ ഒത്തിരി ഫീൽ ചെയ്തു. അവസാനം ഞാൻ എനിക്ക് ഒരു ചെറിയ സംശയം. ഇപ്പൊ പ്രകാശ് എന്ന ഒരു പദം ജോസ് പ്രകാശിലുണ്ട്, പ്രേം പ്രകാശിലുണ്ട്. സാറിന്റെ പുസ്തകത്തിന്റെ ഒരു പ്രകാശ വർഷം, പിന്നെ പ്രകാശ് മൂവി ടോൺ, അങ്ങനെ പ്രകാശ് തേയില. സത്യത്തിൽ പ്രകാശ് എന്ന പേര് പലരും സംശയിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഫാദറിന്റെ പേരൊന്നും പ്രകാശൊന്നുമല്ല. എൻ്റെ ഫാദറിന്റെ പേര് KJ ജോസഫ് എന്നാണ്. ജോസ് പ്രകാശിന്റെ യഥാർത്ഥ പേര് പുള്ളി KJ ജോസഫ്. എൻ്റെ ഫാദറിന്റെ പേരാണ് പുള്ളിക്ക്, മൂത്ത ആളാണ് പുള്ളി. ആ പേരായിട്ടിരിക്കുന്നത്. വീട്ടിൽ വിളിക്കുന്നത് ബേബി. എൻ്റെ പേര് കറിയാച്ചൻ, അതൊരു സാധാ പേരാണ്. അപ്പം ചേട്ടച്ചേർക്ക് ഈ പേരിട്ട് തിക്കുറിച്ച് സുമാരനാരാ ജോസ് പ്രകാശ്. ചേട്ടനെ ജോസ് പ്രകാശ് ആക്കിയത് അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം ശരിയോ തെറ്റോയിൽ പാടിക്കാനും അഭിനയിപ്പിക്കാനും ഒക്കെ വിളിച്ചുകൊണ്ട് പോയാണ് ചേട്ടൻ സിനിമയിൽ വരുന്നത് തന്നെ. അപ്പോൾ പുള്ളി തന്നെയാണ് നമുക്കൊരു പേരൊന്ന് മാറ്റാമെന്ന് പറഞ്ഞു ജോസ് പ്രകാശ് പേരിട്ട്. ഞാൻ ഈ കോളേജിലുമൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ മ്യൂസിക് കോമ്പറ്റീഷനൊക്കെ പോയി, ഈ YMCയിലുമൊക്കെ. കോട്ടയം YMCയിൽ അവിടെ എല്ലാ വർഷവും ഒരു ഓൾ കേരള മ്യൂസിക് കോമ്പറ്റീഷനുണ്ട്. 2 വർഷം അടുപ്പിച്ച് ഞാൻ ബെസ്റ്റ് സിംഗറായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ ജഡ്ജസായിട്ട് വരുന്നത് കൂടുതലും ഒന്ന് മലയാള മനോരമയിലെ മിസസ് കെ മാത്യു, പിന്നെ ഒരു വയലിനിസ്റ്റ് മൈക്കിള്,